ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ഇന്ത്യ മുന്നണി. മോദിയും അമിത്ഷായും ജൂൺ 4 കഴിയുമ്പോൾ തൊഴിൽ രഹിതരാകുമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പരിഹസിച്ചു. കാറ്റ് മാറി വീശുകയാണെന്ന് മമതാ ബാനർജിയും ലാലു പ്രസാദ് യാദവും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രൻ നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. അവസാന ഘട്ടത്തിലേക്ക് പൊതു തെരഞ്ഞെടുപ്പ് എത്തുകയാണ്. രാജ്യം ആർക്കൊപ്പം എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുമുള്ളൂ. വലിയ ആത്മവിശ്വാസമാണ് എൻഡിഎയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയും പ്രകടിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായും ആര്യ, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 ഘട്ടത്തിലും കൃത്യമായി തന്നെ BJP നിശ്ചയിച്ച അജണ്ടയിലാണ് കാര്യങ്ങൾ, NDA നിശ്ചയിച്ച അജണ്ടയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് എങ്കിൽ ഏറ്റവും അവസാനത്തെ 3 ഘട്ടം എത്തുമ്പോഴേക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന നിലയിലാണ് ഇന്ത്യ മുന്നണി സഖ്യമുള്ളത് എന്നുള്ളതാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന ലാപ്പുകൾ എത്തുമ്പോൾ തങ്ങൾ ആദ്യം ഉന്നയിച്ച പല പ്രചാരണങ്ങളിൽ നിന്നും പല വിഷയങ്ങളിൽ നിന്നും NDA സഖ്യം നരേന്ദ്രമോദി തന്നെ പുറകോട്ട് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആദ്യം 400 പാർ 400+ എന്ന് പറഞ്ഞു വെച്ചിരുന്ന മോദി, വികസന അജണ്ടകൾ പറഞ്ഞു വെച്ചിരുന്ന മോദി പിന്നീട് മറ്റ് പല വിഷയങ്ങളിലേക്കും കടക്കുകയും ഒരു ആത്മവിശ്വാസത്തിന്റെ കുറവ് പല യോഗങ്ങളിലും പ്രകടിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയെ നേരിട്ട് ആക്രമിക്കുക, ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളത് ചോദിക്കുക, അങ്ങനെ പ്രചാരണ രംഗത്ത് കളങ്ങൾ മാറ്റി ചവിട്ടുന്ന കണ്ടപ്പോൾ തന്നെ ഇതിന്റെ ഒരു സൂചനകൾ പ്രത്യേകിച്ച് ലഭ്യമായിരുന്നു. ഇതിനിടയിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം കിട്ടി പുറത്തു വരികയും ഇന്ത്യ സഖ്യ നേതാക്കൾ കൂടുതൽ കരുത്തോടെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും BJPക്കും എതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തത്. ഇതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ NDAയിൽ തന്നെ ഉണ്ടായ ഒരു ആത്മവിശ്വാസ കുറവാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ നിരീക്ഷകരുടെ തന്നെ വിശകലനം പലപ്പോഴും ഈ 400+ എന്നതിനപ്പുറത്തേക്ക് 400+ എന്ന BJPയുടെ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഒരു ഭൂരിപക്ഷം NDA മുന്നണിക്ക് ലഭിക്കുന്നതിനപ്പുറം വലിയൊരു സീറ്റെണ്ണത്തിലേക്കോ കഴിഞ്ഞ തവണത്തെ ഒരു പക്ഷേ ലഭിച്ച സീറ്റുകളിലേക്കോ സഖ്യം എത്തില്ല. ഇന്ത്യ സഖ്യം കുറച്ചുകൂടി കരുത്ത് കാട്ടും എന്നുള്ളത് തന്നെയാണ്. ഇവിടെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിക്കുക അല്ലെങ്കിൽ മന്ത്രിമാരെ പോലും നിശ്ചയിച്ചുകൊണ്ടുള്ള DMKയുടെ യോഗം അതിന് പ്രസക്തി വർദ്ധിക്കുന്നത്. ഉപപ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം കഴിയുമ്പോൾ ഉടൻ തന്നെ ഇന്ത്യ മുന്നണി യോഗം ചേരാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ തരത്തിലുള്ള ആലോചനകൾ പോലും ഇന്ത്യ മുന്നണിയിൽ വരുന്നത് ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ ഘട്ടത്തിലാണ്. അവിടെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ജൂൺ 4 കഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും തൊഴിൽ രഹിതരായി മാറും എന്ന ശക്തമായ പരാമർശം നടത്തുകയാണ്. മറുവശത്ത് മമതാ ബാനർജിയും ലാലു പ്രസാദ് യാദവും പൊതുയോഗങ്ങളിൽ പറഞ്ഞു വെക്കുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്നുള്ളതും കാറ്റ് മാറി വീശുന്നു എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ഉള്ള വിള്ളലുകൾ അത് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. സഖ്യത്തിന്റെ ഭാഗമാകില്ല എന്ന് പറയുന്നു, പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് പറയുന്നു. ഇതിനൊപ്പം കോൺഗ്രസ് നേതാക്കൾ തന്നെ മമതയ്ക്കെതിരെ വലിയ ആക്രമണം ബംഗാളിൽ നടത്തുന്ന പശ്ചാത്തലം ഉരുത്തിരിഞ്ഞു വരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ വീണ്ടും ANIക്ക് നൽകിയ അഭിമുഖത്തിലൊക്കെ നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്നത്. അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ മൈനോറിറ്റീസിനെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത് ഇന്ത്യ സഖ്യമാണെന്നും കോൺഗ്രസ് ആണെന്നും പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. പശ്ചിമ ബംഗാൾ തൂത്തുവാരുമെന്ന് മോദി പറയുന്നു. ഇന്നലെ മോദി ഉണ്ടായിരുന്നത് ബംഗാളിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. മറ്റന്നാൾ നിശബ്ദ പ്രചരണ ദിവസമാണ്. പരസ്യ പ്രചരണം അവസാനിച്ചതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി നരേന്ദ്രമോദി വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. അതിനുശേഷം കന്യാകുമാരിയിലേക്ക് അദ്ദേഹം പോകും. 2 ദിവസത്തെ ധ്യാനമാണ് കന്യാകുമാരിയിൽ അദ്ദേഹം നടത്തുക. അതിനുശേഷം 2-ാം തീയതി മാത്രമാകും അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4-ാം തീയതിയാണ് കൗണ്ടിങ്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരികയാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും മാറി മാറി വരുന്ന വിഷയങ്ങളാൽ സമ്പന്നമായിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. ആര്യ, തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.